വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ മാർക്കോ എന്നുള്ള മൂവി കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. ഇതിൽ ബ്രൂട്ടൽ സീൻസ് പറഞ്ഞാൽ അറ്റ് ദ പീക്കാണ്. സീരിയസ്ലി മീൻസ് ഒരു മലയാളം പടത്തിൽ ഇതിനേക്കാളും ബ്രൂട്ടലായിട്ടുള്ള സീൻസ് വരാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സംഭവം ഇന്നേ വരെ ഇറങ്ങിയതിൽ മലയാളം സിനിമയിൽ ഇത്രയും ബ്രൂട്ടലായിട്ട് ഒരു പടം വന്നിട്ടില്ല. മലയാളം സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ വെച്ച് നോക്കുമ്പോഴും വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രൂട്ടൽ സീൻസ് പറഞ്ഞാൽ ശരിക്കും എന്താണുള്ളത് അത് പച്ചയ്ക്ക് കാണിക്കണം. സീരിയസ്ലി ആ ബ്ലഡ് ആണെങ്കിലും ഓരോ ഷോർട്സിലാണെങ്കിലും അയ്യോ ഒരു രക്ഷയില്ല. മീൻസ് അതായത് നമ്മൾക്ക് മീൻസ് അതായത് നോർമലി അവർ 18+ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് വെറുതെ അല്ല. ശരിക്കും പറഞ്ഞാൽ കുട്ടികളും അതുപോലെ തന്നെ ഫാമിലി ഓഡിയൻസിനൊന്നും ഇതൊന്നും പറ്റില്ല സീരിയസ്ലി. അതുപോലെ തന്നെ ലോല ഹൃദയന്മാർക്കും ഇത് പറ്റില്ല സീരിയസ്ലി. എന്താ പറയുക, ക്ലൈമാക്സിലൊക്കെ ഒരു സീനുണ്ട്. ഒരു സീൻ മീൻസ് നമ്മൾക്ക് നോർമലായിട്ട് ഞാൻ കാണുമ്പോൾ തന്നെ ഇങ്ങനെ തിയേറ്റർ മീൻസ് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കില്ല. അമ്മാതിരി ഓരോ സാധനങ്ങളാണ്. അയ്യോ അതൊന്നും നമുക്ക് എനിക്ക് തന്നെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി ഓരോ ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ അറ്റ് ദ പീക്ക് ഈ ലെവല്. നമ്മൾ നോർമലി കില്ലൊക്കെ കണ്ടിട്ടില്ലേ, അമ്മാതിരി സാധനങ്ങൾ. ഇതിൽ ഒരുപാട് സീൻസ് അങ്ങനെ ഉണ്ട്. ഒരു രക്ഷയില്ല. നോർമലി പടം എങ്ങനെയുണ്ട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് അത്രയും എൻഗേജിങ് ആയതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലോ ആയിട്ട് മീൻസ് അതായത് കുറച്ച് സ്ലോ ആയിട്ട് എനിക്ക് തോന്നി. മീൻസ് അതായത് കാരണം സ്റ്റോറി ബിൽഡ് ചെയ്യണം ഓക്കെയാണ്, പക്ഷേ കുറച്ച് സ്ലോ ആയിട്ട് എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എൻ്റെ, കുറച്ച് സ്ലോ ആയിട്ട് പോലെ തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയിലായിരുന്നു ഗൈസ്. അതിലൊരു മറ്റേ സ്റ്റെയർ കേസിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്. മീൻസ് നമ്മളെ ബാഗിയിലൊക്കെ പോലുള്ള 50 ഫ്ലോർ കയറി അടിക്കില്ല, അമ്മാതിരി ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല ആളുടെ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റണ്ട് കൊറിയോഗ്രാഫി മീൻസ് അതായത് ആ സ്റ്റണ്ട് ഡയറക്റ്റ് ചെയ്ത ആൾക്ക് ശരിക്കും ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. ആൾ വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. മീൻസ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ രവി ഭാസ്കറിൻ്റെ കൂടെ സ്കോറും കൂടെ ആകുമ്പോൾ ഒരു രക്ഷയില്ല. മീൻസ് ആള് പടത്തിന് എന്താണ് പറയുക, ഒരു KGF ടച്ച് എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി സാധനമാണ് ആൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റണ്ട് ഡയറക്ടർ, അതായത് ആളുടെ പേര് എടുത്ത് പറയണം. ആളുടെ പേര് എന്ന് പറഞ്ഞാൽ കലൈ കിങ്സൺ എന്ന് പറഞ്ഞ ആളാണ് ഇതിൽ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. ആൾ സൂപ്പറായിട്ട് മീൻസ് അതായത് സ്റ്റണ്ടും പിന്നെ അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ്റെ ഫിസിക്കും കൂടെ ആകുമ്പോൾ ഒരു രക്ഷയില്ല. മീൻസ് അതായത് നമ്മൾക്ക് നോർമലി ഒരാൾ 20 പേരിനെ അടിച്ചിടണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് എന്താടാ അങ്ങനെ പറ്റുമോ എന്നുള്ളത് തിങ്കിങ് മീൻസ് അതായത് മൈൻഡിൽ വരും. പക്ഷേ ഇത് സംഭവം വന്നിട്ട് ഉണ്ണി മുകുന്ദൻ്റെ കാര്യത്തിൽ അതില്ല. കാരണം അത്രയും പവർ മീൻസ് അതായത് എന്താ പറയുക, ആ ഫിസിക്ക് മീൻസ് ബോഡി വെച്ചിട്ട് ആൾക്ക് പറ്റുന്നത് കാണിച്ചിരിക്കുകയാണ്. മീൻസ് സിനിമയിൽ കാണുമ്പോൾ പോലും നമുക്ക് എന്താടാ ഇങ്ങനെയെന്ന് തോന്നില്ല. അമ്മാതിരി ഓരോ സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത് നല്ലപോലെ. മീൻസ് അതായത് ഈ ഡയറക്ടർ ആണെങ്കിലും ഇതിലെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ലപോലെ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്. മീൻസ് കാരണം എന്താണ് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അമ്മാതിരിയുള്ള ഒരു ഔട്ടാണ് നമ്മൾക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത്. മീൻസ് അമ്മാതിരി മേക്കിംഗ് ആണെങ്കിലും ഇതിൻ്റെ കളർ ഗ്രേഡിങ് ഒരുമാതിരി മീൻസ് ഒരു ഡാർക്ക് കളർ ഗ്രേഡിങ്ങാണ് പിടിച്ചിരിക്കുന്നത്. മീൻസ് നമ്മളുടെ KGF ടച്ച് ആ ഒരു ടൈപ്പൊക്കെയാണ് പിടിച്ചിരിക്കുന്നത് കറക്റ്റായിട്ട്. അതായത് അടിപൊളിയായിട്ട് വിഷ്വൽസ് ആണെങ്കിലും സ്ലോ മോഷൻ കാര്യങ്ങളാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അയ്യോ ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ ഒരു ഹാറ്റ്സ് ഓഫ്. ആള് എന്താ പറയുക, ആളുടെ ആക്ടിങ് വൈസ് ആണെങ്കിലും സ്റ്റണ്ട് ആണെങ്കിലും ആൾ നല്ലപോലെ രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മാതിരി ഓരോ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരുടെ ആക്ടിങ്ങും കൊള്ളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എഡിറ്റർ ഷമീർ മുഹമ്മദ് എന്ന ആളാണ്. ആൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് വൈസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ എടുത്ത് പറയാനാണെങ്കിൽ എനിക്ക് ആ സ്റ്റെയർ കേസിൻ്റെ ഫൈറ്റ് മീൻസ് അതായത് ആ ബാഗിയിലൊക്കെ പോലുള്ള ഒരു 50 ഫ്ലോർ കയറി അടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അമ്മാതിരി ഓരോ സാധനങ്ങൾ മീൻസ് ഫൈറ്റ് ഈ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ഫൈറ്റാണ്. മീൻസ് അതായത് ആ സ്റ്റെയർ കേസിൻ്റെ ഫൈറ്റാണ് എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടത്. ഈ സിനിമ മൊത്തത്തിൽ അതാണ് എനിക്ക് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് തന്ന ഒരു സാധനം. പിന്നെ അതുപോലെ തന്നെ ക്ലൈമാക്സ് ആണെങ്കിൽ നോർമലി പറയുകയാണെങ്കിൽ ഗൈസ് നോർമൽ ഒരു കഥയാണ്. അതിന് വെച്ചിട്ട് മീൻസ് അതിൽ ഈ ആക്ഷൻ സീക്വൻസ് മോസ്റ്റ് വയലൻറ്റ് ഫിലിം ഇൻ മലയാളം എന്ന് പറയില്ലേ, അത് ശരിക്കും അത് 100% അത് ശരിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഒരു രക്ഷയില്ല. ആക്ഷൻ സീക്വൻസ് ഒക്കെ ഒരു രക്ഷയില്ലാണ്ടാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. പിന്നെ വേറെ ഇതിൽ എടുത്ത് പറയാനാണെങ്കിൽ പിന്നെന്താണ്, പിന്നെ രവി ഭാസ്കറിൻ്റെ സ്കോർ പറഞ്ഞല്ലോ, ആള് പടത്തിന് എന്താണ് വേണ്ടത് അത് നല്ല രീതിയിൽ ആൾ ചെയ്തിട്ടുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു പടത്തിൽ BGMൻ്റെ പ്രാധാന്യം എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രവി ഭാസ്കർ ചെയ്തപ്പോൾ മനസ്സിലായി. സീരിയസ്ലി ആൾ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ലേഡീസിനെ വെറുതെ വിടുക, കുട്ടികളെ വെറുതെ വിടുക, അങ്ങനെയൊന്നുമില്ല. ഇത് എല്ലാവരുടെയും മീൻസ് നമുക്കിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഫീലാണ്. മീൻസ് അതായത് നമ്മൾക്ക് തന്നെ കാണുമ്പോൾ അത് ദഹിക്കില്ല. അപ്പോൾ നോർമലി ഫാമിലി ഓഡിയൻസ് ആയാലും കുട്ടികളൊന്നും ദയവായിട്ട് ആ വഴി മീൻസ് അതായത് 18 വയസ്സ് താഴെയുള്ള ആൾക്കാർ പോവാതിരിക്കുക സീരിയസ്ലി. അപ്പോൾ അതാണ് ഒരു പടം മീൻസ്. പിന്നെ നോർമലി ഈ പടമൊക്കെ കണ്ടത് നമ്മൾ നോർമലി ലാഡർ സിനിമാസ് ഒറ്റപ്പാലത്ത് നിന്നാണ്. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ കേരളത്തിലുള്ളതിൽ നല്ല തിയേറ്ററുകളിൽ ഒരു 5ാം സ്ഥാനം 10ാം സ്ഥാനം എടുത്താലും ഈ ലാഡർ സിനിമാസ് വരും. അതായത്
4K ലേസർ പ്രൊജക്ഷനിൽ 64 ചാനൽ ഡോൾബി ആറ്റ്മോസിൻ്റെ സാധനത്തിൽ അതിൽ ഒരു രക്ഷയില്ല. അത് നോർമലി നമ്മൾ അതായത് നോർമലി ഈ തിയേറ്ററുകളിലൊക്കെ കണ്ടിട്ട് ഞാൻ പോയതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തിയേറ്റർ മീൻസ് അതായത് ഞാൻ അത് പറയുകയാണെങ്കിൽ അത് ലാഡ സിനിമ തുടങ്ങി നമ്മൾ നോർമലി സിനിപോളിസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ തിയേറ്റർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതായത് 64 ചാനലിൻ്റെ സൗണ്ട് സിസ്റ്റവും അതുപോലെ തന്നെ നോർമൽ RGB ലേസർ പ്രൊജക്ഷനും ഒരു രക്ഷയില്ല. നോർമലായിട്ട് എങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ ഇതിൽ ഡയലോഗ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മീൻസ് നല്ല രീതിയിൽ അത് കേൾക്കുന്നുണ്ട്. എനിക്ക് അത് അതായത് നോർമലി ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 150 സംതിങ് എന്തോ ഉള്ളൂ. അതായത് ടിക്കറ്റിന് പൈസ കൊടുക്കുന്നതിന് മുതൽ പറയില്ലേ, തിയേറ്റർ ശരിക്കും പറഞ്ഞത് ഇങ്ങനെയുണ്ട്. അപ്പോൾ തിയേറ്ററിൻ്റെ റിവ്യൂ അല്ലത്, ശരിക്കും പറഞ്ഞത് മാർക്കോൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക, നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് എല്ലാവരും. ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും നല്ല മേക്കിംഗ് ആണ്, നല്ല രീതിയിലുള്ള കളർ ഗ്രേഡിങ്, പിന്നെ ഒരു ഡാർക്ക് ടോണാണ് പിടിച്ചിരിക്കുന്നത് KGF ആ ഒരു ലെവലൊക്കെ. എന്തായാലും ഗുഡ് മൂവി, നല്ല മൂവിയാണ്. പക്ഷേ ബ്രൂട്ടൽ സീൻസ് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് വെറുതെ പറയില്ല, ബ്രൂട്ടൽ പറഞ്ഞാൽ അറ്റ് പീക്ക് ഇതാ ഈ ലെവലിലാണ് നിൽക്കുന്ന സാധനം. അപ്പോൾ മാർക്കോ കണ്ടു. എനിക്ക് നോർമലി ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആയിട്ട് എനിക്ക് തോന്നി. പേഴ്സണൽ ഒപ്പീനിയനാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടില്ല അത്ര തന്നെ. കഥയിലൊരു തേങ്ങയില്ല, കുറേ ഫൈറ്റ് മാത്രം കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു പടമില്ല. ആളുകൾ പ്രതീക്ഷ പോകുമ്പോൾ നല്ലൊരു കഥ കിട്ടണം, നല്ലൊരു ലോജിക്കുള്ള കാര്യങ്ങളായിരിക്കണം. അല്ലാണ്ട് എന്തെങ്കിലും കാണിച്ച് 4 അടി കടിച്ചിട്ട് ആളുകളെല്ലാം കൈയടിപ്പിച്ചിട്ട് കൂടെ നിർത്തിയിട്ട് കാര്യമില്ല. പടം പോരാ, ഷഹനി ഫദേനി പോരാ.